ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹറും സരയും കൂടെ ഹോട്ടൽ റൂമിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ സരയ് പറയുക, അല്ല മനുവേട്ടാ, ഇവിടെ ഒരു ദിവസം താമസിക്കുക. അതുകൊണ്ടിട്ട് മനുവേട്ടൻ എന്താ കേൾക്കാഞ്ഞത്? എൻ്റെ മോളെ, ഈ ഹോട്ടലിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. 1-2 പ്രാവശ്യം റെയ്ഡൊക്കെ നടന്ന ഹോട്ടലാണ്. അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ കൊള്ളത്തില്ല. ഷോ, എന്നിട്ട് പിന്നെ മനുവേട്ടൻ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ചത്? എൻ്റെ മോളെ, എയർപോർട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഹോട്ടലേ ഉള്ളൂ. അത് മാത്രമല്ല, നമുക്കിവിടെ സാധനങ്ങൾ മാത്രം വെച്ചാൽ മതിയല്ലോ, താമസിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതൊന്നും നോക്കാതിരുന്നത്. അതെന്തായാലും ശരിയാ മനുവേട്ടാ. എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, വാ നമുക്ക് പോയി റൂമൊക്കെ നോക്കാം എന്നും പറയാ. അങ്ങനെ ഒരു കീ മേടിച്ചുകൊണ്ട് മുകളിലേക്ക് ചെല്ലുകയാണ്. ഈ സമയം സരയു അവിടെ നിന്ന് ആലോചിക്കുക, അവളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് എന്നെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഒന്ന് പരിശോധിക്കാമല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് സരയു ഇങ്ങനെ നിൽക്കുക. ഈ സമയം അവർ മുറിയിലെത്തിയതും നമ്മുടെ സരയു അകത്തേക്കൊക്കെ കയറി എല്ലായിടത്തും പരിശോധിക്കുക. അപ്പോഴേക്കും നമ്മുടെ മനോഹർ, ഇനി അവളെങ്ങാനും മറിയുടെ ഡ്രസ്സോ മറ്റോ കണ്ട പ്രശ്നമാവുമല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സരയു ഓരോ ഷെൽഫും തുറന്നു നോക്കിയിട്ട് മനോഹറിനെ നോക്കുക. എന്താ മോളുവിന് വല്ല സംശയമുണ്ടോ? ഇല്ല മനുവേട്ടാ, വല്ലതും വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. മനുവേട്ടനെ ഞാൻ എന്തിനാ സംശയിക്കുന്നത്? എൻ്റെ മനുവേട്ടന് എനിക്ക് സംശയം ഉണ്ടാവുമെന്ന് മനുവേട്ടന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം എൻ്റെ മോള് ഒരു പാവമെന്ന്. പക്ഷേ മോളിങ്ങനെയൊക്കെ സംശയിച്ച് നോക്കുമ്പോൾ മനുവേട്ടനൊരു സങ്കടം. മനുവേട്ടൻ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, എനിക്കൊരു കുഴപ്പമില്ല, എല്ലാം കൊണ്ടും ഞാൻ ഓക്കെ മനുവേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയു അവിടെ ഇങ്ങനെ വീണ്ടും നോക്കുക. ഈ സമയത്ത് മനോഹറിനൊരു കോള് വരിക. കോള് വന്നതും, ഈശ്വര, മറിയാണല്ലോ വിളിക്കുന്നത് എന്നും പറഞ്ഞിങ്ങനെ ആലോചിക്കുക. അപ്പോൾ സരയു, എന്താ മനുവേട്ട ഫോൺ എടുക്കാത്തെ? ഒന്നുമില്ല മോളു, എടുക്കാൻ പോവുക, ഇതെൻ്റെ കൂട്ടുകാരനാ. എന്തായാലും മോള് ഇവിടെയൊക്കെ പരിശോധിക്കുക, ഞാൻ സംസാരിച്ചിട്ട് വരാം. ശരി മനുവേട്ട. അങ്ങനെ മനോഹർ പുറത്തേക്ക് പോവുക ഫോൺ എടുത്തോണ്ട്. ഈ സമയം സരയു, വിളിക്കുന്നത് അവളായിരിക്കും, എന്നിട്ട് അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടായിരിക്കും മാറ്റിയിരിക്കുന്നത്. ഇങ്ങനെയുണ്ടോ മനുഷ്യർ എന്ന് ആലോചിച്ചുകൊണ്ട് സരയോടൊക്കെ നോക്കുക. അപ്പോൾ മനോഹർ ഫോൺ എടുത്തു. ഹലോ മോളു, നീ എവിടെയാ മനു? ഒന്നും പറയണ്ട, എൻ്റെ അമ്മാവൻ്റെ മോളുണ്ടല്ലോ സരയു, അവളെ ഇവിടെ വന്നൊക്കെ പരിശോധിക്കുക. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഭദ്രമായിട്ട് പൂട്ടി വെച്ചിട്ടുണ്ട്. പൂട്ടി വെച്ചിട്ടുണ്ടോ? പിന്നെ നീ വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു മറിയേ? അത് കേട്ടത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ വിളിച്ചതേ മറ്റൊരു കാര്യം പറയാനാ. ഞാനൊരു പ്ലോട്ട് വാങ്ങിയ കാര്യം നിന്നോട് പറഞ്ഞില്ലേ? അവിടെ ഒരു വില്ല വയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനേ അവിടെ നല്ലൊരു വില്ല പണിയാൻ വേണ്ടി ചിന്തിച്ചു. അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയി സംസാരിക്കാം. അതൊക്കെ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്താൽ മതി മറിയേ, നീ എങ്ങനെ ചെയ്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും മനോഹർ. അത് പറ്റില്ല, നീയും കൂടെ വരണം. നീ എൻ്റെ കഴുത്തിൽ മിന്നി കെട്ടിയതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് തോന്നിയൊരു ഐഡിയ. ആ കാര്യം ചെയ്യുമ്പോൾ നീ ഒപ്പം ഉണ്ടാവണം എന്നും പറഞ്ഞുകൊണ്ട് മറിയ. അത് കേട്ടതും, ശല്യം, എന്നാൽ ശരി, ഞാൻ വരാം. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടട്ടെ, എന്നിട്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം. ശരിയടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യ സമയം, മോളു എല്ലാം നോക്കിയോ? നമുക്ക് പോയാലോ? പോകാൻ മനുവേട്ടാ. എവിടേക്കോ അവളെ മാറ്റിയിട്ട് ഇവനിങ്ങനെ സന്തോഷമായിട്ട് നടക്കുക. നിന്നെ വീട്ടിലൂടെ ഞാൻ സന്തോഷിക്കാൻ. മോളെന്താ ആലോചിച്ചേ? ഒന്നുമില്ല മനുവേട്ടാ, റൂം നല്ല റൂമായിരുന്നു എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. നമുക്ക് താഴത്ത് നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് മോളെ, അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. വേണ്ട മനുവേട്ടാ, നമ്മൾ വരുമ്പോൾ കഴിച്ചിട്ടല്ലേ വന്നത്, അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പില്ല. അപ്പോൾ സരയു വീണ്ടും ആലോചിക്കുക, എന്നെ കഴിപ്പിച്ചും കുടിപ്പിച്ച് സോപ്പിടാൻ വേണ്ടി നടക്കുമോ ഇവൻ? അത് കേട്ടത് വീണ്ടും മോളെന്തോ ആലോചിക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല മനുവേട്ടാ, എന്തെങ്കിലും കഴിക്കണം, എന്തെങ്കിലും മേടിക്കണം എന്നൊക്കെ ആലോചിക്കുമായിരുന്നു. എന്നാൽ നമുക്ക് പോകാം. പോകാം, എല്ലാം വണ്ടിയിലിരുന്ന് ആലോചിച്ചോ. ശരി മനുവേട്ടാ. അങ്ങനെ അവർ രണ്ടുപേരും വണ്ടി കയറി പോവുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശൻ കാദംബരിയുടെയും കാർത്തികയുടെയും കൂടെ ഇങ്ങനെ ഞൊണ്ട് നടന്നു വരിക. അപ്പോൾ കാദംബരി പിടിക്കുമ്പോൾ, വേണ്ട മോളെ, അച്ഛൻ ഓക്കെയാ, അച്ഛൻ നടന്നോളാം, അച്ഛൻ ഇനി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പതുക്കെ നടക്കുകയാണ്. ഈ സമയം അങ്ങനെ നടന്നവരോടെത്തി. ഇപ്പം തന്നെ ഇത്രയും നടക്കാൻ പറ്റിയതിൻ്റെ കാരണക്കാരി കല്യാണിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സൊന്ന് മാറി കല്യാണിയെ ഉപദ്രവിച്ചേക്കരുത്. അത് കേട്ടതും, എന്താ മോളെ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനിനി കല്യാണിയെ ഉപദ്രവിക്കില്ല എന്ന് വാക്ക് തന്നതല്ലേ? ഈ അച്ഛനൊരു വാക്ക് തന്നാൽ അത് വാക്ക, അതൊരിക്കലും തെറ്റിക്കില്ല മോളെ എന്നും പറയുകയാണ്. അത് കേട്ടതും നമ്മുടെ കാർത്തികയും കാദംബരിയും, ഞങ്ങൾക്ക് പേടിയുണ്ട്. കാരണം വിക്രം എന്ന് പറയുന്ന ഒരുത്തൻ പരോളിനിറങ്ങും. അവൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവം മാറും. അതുകൊണ്ടാണ് ഞങ്ങളുടെ പേടി. അത് കേട്ടതും, ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെ അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും എനിക്ക് എൻ്റെ സ്വഭാവം മാറ്റാനൊന്നും പറ്റില്ല മക്കളെ. ഞാൻ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. എൻ്റെ മോനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ദൈവം എനിക്ക് ഒരുപാട് ശിക്ഷ തന്നു.
അതൊക്കെ ഞാൻ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. എല്ലാം എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. നിങ്ങളായിരിക്കും. ഒരിക്കലും ആ ദുഷ്ടന് വേണ്ടി എൻ്റെ മക്കളെ ഞാൻ കൊല്ലില്ല. അത് സത്യം, ഇത് ഞാൻ തരുന്ന സത്യം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും കല്യാണി വന്നു. അച്ഛാ ഓക്കെ ആണോ അച്ഛാ? ഓക്കെയാ മോളെ. ഇനി അച്ഛന് ഒറ്റയ്ക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്, സ്റ്റിക്കിൻ്റെ സഹായം ഇല്ലാതെ. എന്നാ പിന്നെ വാ അച്ഛാ, വീട്ടിലേക്ക് പോവാം. അയ്യോ എന്തിന്? വേണ്ട മോളെ, അച്ഛനെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നോളാം. അമ്പലത്തിലോ അല്ല അമ്പലവാദിക്കലോ എവിടെയെങ്കിലും. അതൊന്നും വേണ്ട, അച്ഛന് പൂർണ്ണമായിട്ട് സുഖമായിട്ടില്ല. അച്ഛൻ വീട്ടിലേക്ക് വാ. വേണ്ട മോളെ, അവിടെ ചെന്നാൽ മോള് മാത്രമേ എന്നെ സ്നേഹിക്കാനുള്ളൂ, വേറെ ആരുമില്ല. അമ്മമാർക്കൊക്കെ എന്നോട് ദേഷ്യമല്ലേ മോളെ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവിടെ വന്ന് നിൽക്കേണ്ട കാര്യമുണ്ടോ? അത് കേട്ടതും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, അമ്മമാരാരും ഇല്ലാത്തത് ചേച്ചിയുടെ വീട്ടിലാണ്, കാദംബരി ചേച്ചിയുടെ വീട്ടിൽ, അവിടെ പോയി നിൽക്ക്. അത് കേട്ടതും നമ്മുടെ പ്രകാശൻ അയ്യോ അതൊന്നും. അപ്പോൾ നമ്മുടെ കാദംബരി അയ്യോ കല്യാണി, അത് പിന്നെ രതിയേട്ടന് അച്ഛനെ അങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല കല്യാണി. അത് കേട്ടതും കല്യാണിക്ക് നല്ല സങ്കടമായി. അപ്പോൾ പ്രകാശൻ വേണ്ട മക്കളെ, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അച്ഛനൊരാണല്ലേ, അച്ഛൻ ഒറ്റയ്ക്ക് നടക്കാനും താമസിക്കാനൊന്നും പേടിയില്ല. മക്കൾ ധൈര്യമായിട്ടിരിക്കെ. അച്ഛൻ എങ്ങോട്ട് പോകും? ഏതെങ്കിലും ഞാൻ ഒരു വീടെടുത്ത് എനിക്ക് ആ പ്രകാശപുരം തന്നിട്ടുണ്ടല്ലോ, കുറച്ച് ദിവസം അവിടെയൊക്കെ പിടിച്ച് നിൽക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സഹായത്തിലൊരു വീടെടുക്കാന്നേ. മോള് ധൈര്യമായിട്ടിരിക്കുക, അച്ഛനൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രകാശനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുക. ഈ സമയമാണെങ്കിൽ കല്യാണി എന്നാൽ പിന്നെ എവിടെയാണ് പോകേണ്ടതെന്ന് പറ, ഞാൻ കാറിൽ കൊണ്ട് വിടാം. അതും വേണ്ട മോളെ, ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. അശോ എന്താ അച്ഛാ ഇത്, അച്ഛൻ എന്തിനിങ്ങനെ വാശി കാണിക്കുന്നേ? വേണ്ട മോളെ, ഈ വയസ്സാം കാലത്ത് ഇനി അച്ഛൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്നും പറയണം. അപ്പോഴേക്കും ഒരു ഓട്ടോ വരിക. ആ ഓട്ടോക്കാരനോട് കാർത്തിക് നിൽക്കാൻ പറയുക. ഈ സമയം കല്യാണി കുറച്ച് കാശ് കൈ കൊടുക്കുക. എന്നാച്ചാ ഇത് വെച്ചോ. ഇതൊന്നും വേണ്ട മോളെ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അച്ഛനിത് മേടിക്കും. വേണ്ട മോളെ, ആവശ്യത്തിനുള്ളതൊക്കെ മോള് തന്നല്ലോ, ഇനി എന്തിനാ അച്ഛന് കാശ്? അച്ഛനിത് മേടിക്കണം, കാരണം അച്ഛന് ചിലവ് ഒരുപാടാ. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ചിലവില്ല എന്നാണോ വിചാരം? അച്ഛനിത് പിടിച്ചേ. വേണ്ട മോളെ, മേടിക്കച്ചാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണം നിർബന്ധിച്ച് കൈ കൊടുക്കുക. ഈ സമയം നമ്മുടെ പ്രകാശൻ ആ പൈസ സന്തോഷത്തോടെ മേടിച്ച് പോക്കറ്റിൽ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ കല്യാണിയെ നോക്കിയിട്ട് പ്രകാശൻ്റെ കണ്ണ് നിറഞ്ഞു. എന്നാ അച്ഛൻ വരട്ടെ മക്കളെ. ശരി പോയിട്ട് വാ. അങ്ങനെ അവർ പ്രകാശൻ ഓട്ടോറിക്ഷയിൽ കയറി. ഓട്ടോയിൽ കയറിയതും പ്രകാശൻ ടാറ്റ കൊടുക്കുക. പോയി മറയുന്നത് വരെ പ്രകാശൻ കല്യാണി തന്നെ നോക്കി ടാറ്റ കൊടുക്കുമായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞതും കല്യാണിക്ക് സങ്കടമായി. എന്താ കല്യാണി നിന്റെ മുഖം അല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല ചേച്ചി, നല്ല സങ്കടമുണ്ട്. സത്യം പറഞ്ഞ അച്ഛൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമെന്ന് ഓർക്കുമ്പോഴെൻ്റെ പേടി. കല്യാണി, നമ്മൾ അദ്ദേഹത്തെ കണ്ണുടച്ചതൊന്നും വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിച്ചാൽ അത് നമുക്ക് നാളെ ആപത്തുണ്ടാക്കും. അത് കേട്ടതും ഇല്ല ചേച്ചി, അച്ഛൻ ഇനി ഒരിക്കലും മാറില്ല ചേച്ചി, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അച്ഛൻ്റെ മനസ്സ് മാറി. അച്ഛനിപ്പോൾ പഴയ അച്ഛനല്ല. നമ്മളെ സ്നേഹിക്കുന്ന പുതിയ അച്ഛനാ. വിക്രത്തിൻ്റെ വാക്ക് കേട്ട് വിക്രത്തോടൊപ്പം തുള്ളുന്ന, നമ്മളെ കൊല്ലാൻ വരുന്ന രാക്ഷസനായ അച്ഛനല്ല. പാവപ്പെട്ട പെൺമക്കളെ സ്നേഹിക്കുന്ന പെൺമക്കളുടെ ഹീറോ ആയ അച്ഛനാ. അത് കേട്ടതും നമ്മുടെ കാർത്തികയും കാദംബരിയും ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല കല്യാണി, കാരണം മകനെങ്ങാനും പരോളിനിറങ്ങിയ അച്ഛൻ്റെ വാക്ക് മാറുമെന്ന് ആര് കണ്ടു? അത് കേട്ടതും നമ്മുടെ കല്യാണി അങ്ങനെ എങ്ങാനും അച്ഛൻ മാറിയാൽ, അവൻ്റെ വാക്ക് കേട്ട് നമുക്കെതിരെ തിരിഞ്ഞാൽ, പിന്നെ അച്ഛൻ വഴിയരികിൽ തളർന്നു കിടന്നാൽ പോലും ഞാൻ തിരിഞ്ഞു നോക്കില്ല ചേച്ചി, ഇത് കല്യാണിയുടെ വാക്കാ എന്നും കല്യാണിയും പറയുക. ഈ സമയം മോളെ ഒരു കാര്യം ഞാൻ പറയാം, ഇടയ്ക്കൊക്കെ കല്ലുമോനെ കാണണമെന്നും അമ്മയെ കാണണമെന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വരും. അനുവദിച്ചു കൊടുത്തേക്കരുത്, കുറച്ചൊക്കെ കഴിയട്ടെ. എന്തായാലും പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാവുമ്പോൾ ഒന്നും നോക്കിയാൽ മതി. ഈ സമയം അവർ കാറിൽ കയറി അങ്ങ് പോവുക. എന്നിട്ട് വീട്ടിലെത്തി. അപ്പോൾ ദീപ തക്കാളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ അമ്മേ ഒന്നും പറയണ്ട, അയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. പിന്നെ അയാൾ തന്നെ സമ്മതിച്ചില്ല. എൻ്റെ മോളെ എത്ര കിട്ടിയാലും നീ പഠിക്കില്ലേ? എനിക്ക് നല്ല പേടിയുണ്ട്. വിക്രം പരോളിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവനോടൊപ്പം ചേർന്ന് നിന്നെ കൊല്ലാനായിരിക്കും അയാൾ പ്ലാൻ ഇടുന്നത്. ഇല്ലമ്മേ, അമ്പലത്തിലെ പൂജാരി പോലും പറഞ്ഞില്ലേ അച്ഛൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടെന്ന്. പൂജ ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ അത് പൂജാരിമാർക്ക് മനസ്സിലാവും എന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തതല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അച്ഛൻ പൂജ ചെയ്യാൻ കൊടുത്ത കാര്യങ്ങളൊക്കെ പൂജ ചെയ്യുമ്പോൾ അച്ഛൻ്റെ മനസ്സ് ശുദ്ധമാണെന്ന് പൂജാരിക്ക് വ്യക്തമായ മനസ്സിലായതുകൊണ്ടല്ലേ അച്ഛനെക്കുറിച്ച് പറഞ്ഞത്. അല്ലാതെ പൂജാരി പറയോ? ഒരിക്കലും ദൈവങ്ങൾ ചതിക്കില്ലമ്മേ. എന്തായാലും അച്ഛൻ്റെ സ്വഭാവം മാറിയത് തന്നെയാണ്. പിന്നെ അമ്മ ഒരു കാര്യം കൂടി ഉണ്ട്, അച്ഛനെ സ്റ്റിക്കില്ലാതെ നടക്കാൻ പറ്റും, കാലിൽ കമ്പി ഇടണം. ആ കമ്പി ഇടാനുള്ള പൈസ കല്യാണി കൊടുക്കാമെന്ന് ഏറ്റിരിക്കുക. അത് പിന്നെ അച്ഛൻ്റെ കാല് തല്ലി ഓടിച്ചത് അമ്മമ്മയല്ല അമ്മേ, അപ്പോൾ അതിന് പരിഹാരം നമ്മളല്ലേ കാണേണ്ടത് എന്നും കല്യാണി. അത് കേട്ടതും മോളെ, സ്വന്തം അമ്മ അയാളുടെ കാല് തല്ലി ഓടിക്കണമെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടാവുമല്ലോ.
അത് നമ്മളായിട്ട് ശരിയാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സാരമില്ലമ്മേ, എത്രയൊക്കെ വന്നാലും വയസ്സായില്ലേ, അതുകൊണ്ട് നമ്മളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. വിക്രം പുറത്തിറങ്ങുകയാണെങ്കിൽ അയാൾ മാറുവാണെങ്കിൽ പിന്നെ അയാൾക്കൊരു സഹായവും ആശ്രയമായിട്ട് ഞങ്ങളുണ്ടാവില്ല. ഇത് ഞാൻ പറയുന്ന വാക്കാ എന്നും പറയാണ്. ഈ സമയം എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ, ഞാനായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വേറെ വല്ല സങ്കടത്തിലേക്ക് ചെന്ന് മാറും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല മോളെ. പിന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അറിയാലോ, പ്രകാശനും വിക്രമൊന്നും ഈ ജന്മത്ത് മാറാൻ പോകുന്നില്ല. അവരുടെയൊക്കെ സ്വഭാവം ഒരുപാട് അറിഞ്ഞവരാ ഞങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ സൂക്ഷിക്കണം മക്കളെ എന്നും പറയാ. എൻ്റെ അമ്മേ, ഇവളിങ്ങനെ പറഞ്ഞ് എൻ്റെ മനസ്സിപ്പോൾ അയാളുടെ അരികിലേക്ക് പോവുക. അച്ഛനായതുകൊണ്ട് പിന്നെ സഹിച്ച് ക്ഷമിച്ചു നിൽക്കുന്നു. അതിനിടയിൽ അയാൾ എന്തെങ്കിലും ദുഷ്ടതരം കാണിച്ചാൽ പിന്നെ ക്ഷമയും പറച്ചിലും ഒന്നുമില്ല. എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അതാ എൻ്റെ പേടി എന്നും നമ്മുടെ കാർത്തിക. എനിക്കറിയില്ല മോളെ, കല്യാണി മോളെ, നീ അയാളെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിച്ചോ? അത് വേണ്ടെന്നൊന്നും പറയില്ല. കുഞ്ഞുനാൾ മുതൽ അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ നിനക്ക് അച്ഛൻ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ ഒരു സന്തോഷം, ആ അവസരം അയാൾ മുതലെടുക്കരുത്. ഇല്ലമ്മേ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലമ്മേ. അച്ഛൻ അങ്ങനെ ചെയ്താൽ പിന്നെ ഞാൻ അച്ഛനെ തിരിഞ്ഞു നോക്കില്ലെന്നുള്ള കാര്യം ഉറപ്പാ എന്നും പറയാം. മോളെ, ചോറും കറിയൊക്കെ ഇപ്പം കാലാവും, മോളെല്ലാം കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ എന്നും കാർത്തികയോട് പറഞ്ഞിട്ട് ദീപ അടുക്കളയിലേക്ക് പോവുക. ഈ സമയം നമ്മുടെ കാർത്തിക, കല്യാണി സൂക്ഷിക്കണം കല്യാണി, അയാളെ കണ്ണുടച്ച് വിശ്വസിക്കണ്ട. എനിക്കറിയാം ചേച്ചി. പിന്നെ കല്ലുമോനെ കാണണമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കയറാൻ ശ്രമിക്കും. അതും ചെയ്യരുത്. അറിയാലോ, ഒരു ദിവസം കല്ലുമോനെ കൊല്ലാൻ പോലും മടിക്കാതെ നടന്നിരുന്ന ആളാ. കുഞ്ഞാണെന്നൊന്നും നോക്കില്ല അയാൾ, കൊന്നുകളയും. അതുകൊണ്ട് സൂക്ഷിച്ചോളാം. ശരി ചേച്ചി, ഞാൻ സൂക്ഷിച്ചോളാം. എനിക്കറിയാലോ അച്ഛൻ അത്രയ്ക്ക് ക്രൂരനൊന്നും അല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ്. ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുക. അപ്പോഴേക്കും ഷാരി വന്നു. മോളെ, നീ എന്തിനാ അവനോടൊപ്പം ഹോട്ടലിൽ പോയത്? എന്താ, ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം ഹോട്ടലിൽ പോകാൻ പാടില്ലേ എന്നും സരയുവിൻ്റെ ചോദ്യം. അല്ല മോളെ, നീ പോയത് കണ്ടപ്പോൾ ഞാൻ കരുതി വേറെ എന്തെങ്കിലും കാര്യത്തിൽ സംശയിച്ചു പോയതാന്ന്. സംശയിക്കാനോ? എന്തിന്? അമേരിക്കയ്ക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ ഹോട്ടൽ മുറിയിലാണ് ഇരിക്കുന്നത്. മനുവേട്ടനെല്ലാം കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കാൻ പോയതാ. അത് എൻ്റെ മനുവേട്ടനെ സംശയിച്ചുകൊണ്ട് പോയതൊന്നും അല്ല. മനുവേട്ടൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി പോയതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ പിന്നാലെ എൻ്റെ കാര്യം അന്വേഷിച്ച് നടക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ നോക്ക്. ഞാനും മനുവേട്ടനും പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എവിടെ താമസിക്കും? എന്തായാലും ആൻറ്റി നിങ്ങളെ കയറ്റി പൊറപ്പിക്കില്ല. അതുകൊണ്ട് അപ്പുറത്തുള്ളവരുടെ കാല് പിടിക്കാൻ നോക്ക്. അവിടെയെങ്കിലും പോയി താമസിക്കാം. അത് കേട്ടതും ഞാനൊന്നും അങ്ങനെ പോകില്ല മോളെ. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ വന്നതോ? ഞാൻ പറഞ്ഞല്ലോ, അതെനിക്കറിയില്ലായിരുന്നു നീ എന്നെ അങ്ങോട്ടാ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന്. ഞാൻ അറിയാതെയല്ലേ നീ കൂട്ടിക്കൊണ്ടു പോയത്. അപ്പം പിന്നെ എനിക്കങ്ങനെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നും ഷാരി പറയാം. ഞങ്ങൾ അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് പോകും നിങ്ങളുടെ കാര്യം. അതുകൊണ്ട് സൂക്ഷിച്ചോ. പിന്നെ എന്നോട് ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. മോളെ, അമേരിക്കയ്ക്ക് പോകുമ്പോൾ നിന്റെ മുഖത്ത് സന്തോഷമാണല്ലോ കാണേണ്ടത്. നീ മൊത്തത്തിൽ തളർന്നു നടക്കുകയാണല്ലോ. അത് കേട്ടതും അത് പിന്നെ ഉണ്ടാവാതിരിക്കുമോ? ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അപ്പുറത്തുള്ളവൾ ജയിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവൾക്ക് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ എൻ്റെ കാര്യം അങ്ങനെയല്ല. എനിക്ക് പല തോൽവികളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ജയിലിലായി. എല്ലാം കൊണ്ടും ഞാൻ തകർന്ന് നടക്കുക. അമേരിക്കയിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷം മാത്രമല്ലല്ലോ എൻ്റെ മനസ്സിൽ, ഇഷ്ടം പോലെ തകർച്ചയും ഉണ്ട്. അതെല്ലാം ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഉരുളുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടും. ഞാനൊരു ഇരുമ്പ് പൊടി മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഇരുമ്പ് പൊടി കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ തലക്കിട്ടും അടി കിട്ടും. അതുകൊണ്ട് സൂക്ഷിച്ചോ. എൻ്റെ അടുത്തേക്ക് വരാതെ കൂടുതലും. കേട്ടല്ലോ, ഈ സരയുവിൻ്റെ സ്വഭാവം എപ്പം മാറുമെന്ന് പറയാൻ പറ്റില്ല. എനിക്കറിയാം മോളെ. എന്നിട്ട് ഷാരി ആലോചിക്കുക, ഈശ്വര, ആ ഇരുമ്പ് വടി കൊണ്ട് അവൻ്റെ തലയ്ക്ക് അടിച്ചിരുന്നെങ്കിൽ എല്ലാം ശരിയാവുമായിരുന്നു. അവൻ കാരണമാണ്, അവൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പാവം എൻ്റെ മോള്, അവളുടെ സമനില വരെ തെറ്റിയത് അവൻ ഒറ്റൊരുത്തൻ കാരണമാണ്. നാറി എന്നൊക്കെ ആലോചിക്കുക. നിങ്ങളെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ, എൻ്റെ മോളുടെ ജീവിതത്തിന് ഒരു കുഴപ്പം സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സരയുവിനെ ഇങ്ങനെ നോക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണിനെയാണ്. കിരൺ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും കല്യാണി അങ്ങോട്ട് വന്നു. കല്യാണി വന്നതും കിരണിനോട് നോക്കി ഇങ്ങനെ ചോദിക്കുക, എന്താ കിരണേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ല. അല്ല, എൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അച്ഛനെ ഡിസ്ചാർജ് ചെയ്തോ? ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലേക്ക് വിളിച്ചിട്ട് അച്ഛൻ വന്നില്ല. അതുകൊണ്ട് ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി വിട്ടു. എങ്ങോട്ടാ പോയത്? അതൊന്നും അറിയില്ല. താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കും. എന്തായാലും അതൊക്കെ വിട്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി നിന്നെ വിളിച്ചത്. എന്താ കിരണേട്ടാ? അതെ, നമുക്ക് കോടികൾ വിലമതിക്കുന്ന ഒരു പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് കേട്ടതും കൊള്ളാലോ. ആരാ തന്നെ? ഒരു അമേരിക്കക്കാരി മറിയ. അവർ നേരിട്ട് വന്ന് സംസാരിച്ചതാ. നമ്മളെ തേടി വന്നതാ.
നമ്മുടെ കൺസ്ട്രക്ഷനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമ്മുടെ കമ്പനിയെ കുറിച്ച് എല്ലാവരും പറഞ്ഞ വാക്ക് കേട്ട് വന്നതാ. ആണോ? ഇനിയിപ്പോൾ നമ്മളെ തേടി ആൾക്കാർ ഇങ്ങോട്ട് എത്തുമല്ലോ കിരണേട്ടാ. അതെ, അതുകൊണ്ട് നമുക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കാ. എന്തായാലും രണ്ടാമതൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ലെന്നായി. അതെ, കല്ലുമോനൊരു കൂട്ടുവേണ്ടേ എന്നും കിരണിന്റെ ചോദ്യം. അത് കേട്ടതും കല്യാണി തലയങ്ങ് കുനിച്ചു. എന്നിട്ട് നാണത്തോടെ കിരണിനെ ഒന്ന് നോക്കി, എന്നിട്ടൊന്ന് ചിരിച്ചു. ഒന്ന് പോ കിരണേട്ടാ. എന്നിട്ട് രണ്ടുപേരും കൂടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം.